എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് റംബൂട്ടാൻ്റെ വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ ആണ്. ഇത്രയും റംബൂട്ടാൻ നമുക്ക് പറിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മരം. ഇത് നിറയെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ റെഡായിട്ടൊക്കെ ഇരിക്കുന്നതുണ്ടോ, അതൊക്കെ ഇനി പറിക്കണം. കുറേ ഉണ്ട്. ഇപ്പോൾ മുകളിലോട്ടൊക്കെ ആകുമ്പോൾ കുറേ ഉണ്ട്. പക്ഷേ അത്രയൊന്നും പറിക്കാൻ പറ്റില്ല. നല്ല പുളിയുറുമ്പിൻ്റെ ശല്യമുണ്ട്. കുറേയൊക്കെ പറിച്ചു. പിന്നെ പച്ചയുണ്ട്, പിന്നെയും ഉണ്ടായി തുടങ്ങുന്നുണ്ട് കുറേ. ആ റെഡായിട്ട് കിടക്കുന്നതെല്ലാം പറിക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും നിങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും അടുത്ത വീട്ടിലും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും പുളിയുറുമ്പ് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ ഇലയിലും ഇങ്ങനെ പുളിയുറുമ്പ് ഇങ്ങനെ കൂട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് പറിക്കുന്നതോറും അതെല്ലാം ഇളകി വീണ് അവസാനം തീയൊക്കെ ഇട്ട് കത്തിച്ചിട്ടാണ് ഞങ്ങൾ പറിച്ചത്. അപ്പോൾ നമ്മൾ ഇത്രയും പറിച്ചു. ഇതിൽ കുറേ നമ്മൾക്ക് കറുത്ത കളറിലെ പാട് കണ്ടോ, അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കിനി മരുന്ന് വല്ലതും അടിക്കേണ്ടി വരും. ഈ പ്രാവശ്യം കിട്ടിയതിന് നല്ല മധുരമാണ് കേട്ടോ. നമുക്ക് മഴയ്ക്ക് മുമ്പ് പറിക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ പുളിയുറുമ്പാണ്. ആ ഇലയിലൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കുന്നതിനിടയിൽ എൻ്റെ കാലിലോട്ട് പുളിയുറുമ്പ് കയറിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിനെയൊക്കെ കൊന്നിട്ട് വേണം അടുത്തതെല്ലാം പറിച്ചെടുക്കാൻ. ഇതാണ് സാധനം. ഇതിന് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പേര് പറയണമെന്നൊന്ന് പറയണം കേട്ടോ, കമൻ്റ് ഇടണേ. ഇവിടെ പുളിയുറുമ്പെന്നാണ് പറയണത്. അപ്പോൾ അത് ഇത്രയും ഉണ്ട്. ഇനി ബാക്കി പറിക്കാനായിട്ട് മുകളിലോട്ട് കുറേ ഉണ്ട്. പക്ഷെ മുകളിൽ തെന്നി കിടക്കണതുകൊണ്ട് പറിക്കാൻ പറ്റില്ല. അപ്പോൾ ആ പറിച്ചതിന് ഞാൻ കുറച്ചെടുത്തു കഴിക്കാനായിട്ട്. ഇത്രയും വലിപ്പമാണ് ഉള്ളത്. ഈ നല്ല ചുവന്ന കഴിഞ്ഞാൽ നല്ല മധുരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റ കൈ കൊണ്ടൊന്ന് മുറിക്കാൻ നോക്കി. അതിൻ്റെയാണ് ഈ കാണുന്നത്. കുറേ നേരം പിടിച്ച് നെക്കിയിട്ടാണ് റെഡിയായത്. നല്ല കട്ടി ഉണ്ടായിരുന്നു. അവസാനം മുറിഞ്ഞു അത്. എങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല പഴുപ്പുണ്ട് അതിൻ്റെ അകത്ത്. കുരുന്ന് പെട്ടെന്ന് തന്നെ അടന്ന് പോരും. അപ്പോൾ ഞാൻ അതെല്ലാം പറിച്ചിട്ട് ഒരുമിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇത്രയും മുറിച്ചിട്ട് ഞാൻ കുറേ എടുത്ത് തിന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറേ വീട്ടിലേക്ക് പൊളിച്ചുകൊണ്ട് പോന്നു. ഇങ്ങനെ ഡെപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കാൻ പറ്റും. അതാകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുറിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എളുപ്പപ്പണിക്ക് കാണിച്ചതാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഇത്രയും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. അതിൻ്റെ ചിറ്റയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഒരു കവർ നിറച്ച് ഞാൻ പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇനി അവിടെ കിടപ്പുണ്ട്. ഞാൻ ഒന്നെടുത്ത് കാണിച്ചായിരുന്നല്ലോ കുറച്ച്. അത് പറിക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഇത് തിന്ന് തീർത്തിട്ട് വേണം അത് പറിക്കാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ പഴുത്തത് നോക്കി എല്ലാം പറിച്ചുകൊണ്ട് പോകുന്നു ഞാൻ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.